പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പാർട്ടി ലീഡേഴ്സ് വിലയിരുത്തി. അതാണ് ഒന്നാമത്തെ വാർത്ത. നല്ല ശുഭവാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ശുഭവാർത്ത കൊടുക്കണമെങ്കിൽ പിശുക്ക് ഉണ്ടാവും എന്നറിയാം, എന്നാലും അതേ ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ മൂന്നാമത്തെ പാർട്ടി ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. അതല്ലാതെ അതിനെ സംബന്ധിച്ച് കൂടുതലായി പത്രക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ യാതൊന്നുമില്ല. പറയാനുള്ളതൊക്കെ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ്, പ്രസ്താവനയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ഈ സംഘപരിവാർ ശക്തികൾ, വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വിവേകപൂർവം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ നോക്കിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായും സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും ശിഹാബ്ദങ്ങളൊക്കെ അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു. ബാബരി പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി. അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി. അന്ന് പലരും അതിനെ വിമർശിച്ചു. അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശിഹാബ്ദങ്ങളെടുത്ത ആ സ്റ്റാൻഡ് സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ചു. വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ BJP എന്തുദ്ദേശിച്ചോ അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ്ദങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. അത് ദുർവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദം നിലനിർത്താനുമായി തങ്ങൾ സവിസ്തരം ചെയ്ത ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് അതിൽ യാതൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഈ വക വിഷയം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കെണിയിൽ വീഴരുത്, സമാധാനപരമായി പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല, വിമർശനം വരുമ്പോൾ അതെന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. അപ്പോൾ തങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത്. ആ പ്രസ്താവന സതുദ്ദേശപരമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. വിമർശകർക്ക് എന്തും പറയാം. വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം, അത്രയേ ഉള്ളൂ. അവരെന്താ പറയുന്നത് നോക്കി തക്കതായ മറുപടി ഞങ്ങൾ പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. മുൻപ് പാണക്കാട് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചിരുന്ന അതേ പാത തന്നെ അത് തുടർന്നു തന്നെയാണ് പോകുന്നത്. മറ്റ് രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ അത്തരം കെണികളിൽ വീണു പോകരുതെന്ന് അണികൾക്ക് നിർദ്ദേശവും നൽകുന്നു. അതോടൊപ്പം തന്നെ സീറ്റ് ചർച്ച നടന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അയോധ്യയിലും ബാബറി മസ്ജിദ് വിഷയത്തിലും എല്ലാം തന്നെ സ്വീകരിച്ചൊരു നിലപാട് തന്നെയാണ് BJP. ആ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അത്തരം കെണികളിൽ വീണു പോകരുത്. തങ്ങളെ പിന്തുണയ്ക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. INL-ന്റെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് കൃത്യമായിട്ട് എന്താണ് ആ വിമർശനം എന്നറിഞ്ഞതിനു ശേഷം പ്രതികരിക്കാം. ഇപ്പോൾ തങ്ങളുടെ പ്രസ്താവന അതാണ് കേട്ടത്. അതിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട രീതിയിൽ ഒന്നുമില്ല. BJP-യുടെ കെണികളിൽ വീഴരുത് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി
വ്യക്തമാക്കുകയായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു പ്രസ്താവന, അതേ തുടർന്ന് അത് വലിയ വിവാദത്തിലേക്ക് പോകുന്ന, ഇന്ന് പ്രഭാതത്തിൽ അത് അങ്ങനെ വലിയ വിവാദത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം മലക്കം പറയുന്നതും കണ്ടു. താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ആ രീതിയിലല്ല തൻ്റെ പ്രസ്താവന എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അതിന് ഒരു വിശദീകരണം എന്ന നിലയിലെത്തിയിരിക്കുകയാണ്. സാദിഖ് അലിക്ക് ലീഗിൻ്റെ പിന്തുണ നൽകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം എത്തുന്നത്. രാമക്ഷേത്ര വിഷയത്തിൽ ലീഗിൻ്റെ നിലപാട് മാതൃകാപരമാണ്. സാദിഖ് അലി തങ്ങളുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തയിൽ ഈ സാദിഖ് അലി തങ്ങളുടെ ഒരു പ്രസ്താവന, അതിൽ വലിയ വിവാദം, INL അത് വലിയ വിമർശനവുമായി തന്നെ മുന്നിൽ വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് സാദിഖ് അലിക്ക് പിന്തുണയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഇതിന് കാരണമായതെന്നും പറയുന്നു. സ്മിത, അതുതന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ്. അത് മാധ്യമങ്ങളാണ് അതിന് ഉത്തരവാദി. അതങ്ങനെ കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ലീഗിന്റെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ INL ആണ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. വിമർശനങ്ങൾക്ക് അവരോട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം, അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുൻപ് പ്രതികരിച്ചത്. എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നേരത്തെ 24നോട് സംസാരിച്ചത്. ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. അത് BJPക്കുള്ള മറുപടിയാണ്, ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശക്തികൾക്കെതിരെയുള്ള മറുപടിയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടതില്ല എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.